കോഴിക്കോട് വടകരയിൽ കാരവനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് നടക്കും. ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തും. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശി മനോജ്, കണ്ണൂർ പറശ്ശേരി സ്വദേശി ജോയൽ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ഏത് തരത്തിലാണ് ഇന്നത്തെ ഈ പരിശോധനകൾ പുരോഗമിക്കുക? എന്താണ് രാവിലെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഗൗതം, ഇപ്പോൾ നമ്മളുള്ളത് വടകരയിലെ ഈ വാഹനം നിർത്തിയിട്ട്, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എനിക്ക് പുറകിലുള്ളത് കാരവനാണ്. ഈ കാരവനുള്ളിലാണ് ഈ രണ്ട് പേരെ ഇന്നലെ രാത്രിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് മലപ്പുറം വാണിയമ്പലം സ്വദേശിയായ മനോജ്, അതുപോലെ കണ്ണൂർ പറശ്ശേരി സ്വദേശിയായ ജോയൽ എന്നീ രണ്ടുപേരെയാണ് ഈ വാഹനത്തിനുള്ളിൽ മരിച്ച നിലയിൽ ഇന്നലെ രാത്രിയോടെ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ്. കാരണം ഇത്തരത്തിൽ ഈ രണ്ടുപേരെ വാഹനത്തിൽ മരിച്ചത് എന്തു കാരണം കൊണ്ടാണ് മരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് തുടർന്നുള്ള പരിശോധനകളാണ് നടക്കുന്നത്. അതായത് ഫോറൻസിക് വിഭാഗവും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് വിഭാഗവും അതുപോലെ ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശോധനകൾ ഇന്ന് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രദേശവാസികൾ ഇവിടെയുണ്ട്. കാരണം ഇന്നലെ വൈകിട്ടോടെ ഈ 2 ദിവസമായി ഈ വാഹനം ഈ വടകര മിനിഞ്ഞാന്ന് രാത്രി ഈ വടകരയിൽ ഈ വാഹനമുണ്ട്. ഇത്തരത്തിൽ ഈ റോഡരിയിൽ, കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, വളരെ വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണിത്. ഈ പാതയോരത്താണ് ഇത്തരത്തിലൊരു വാഹനം കിടക്കുന്നത്. മിനിഞ്ഞാന്ന് മുതൽ രാത്രിയിൽ മുതലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാത്തതെന്ന് ആദ്യഘട്ടത്തിൽ ഈ പ്രദേശവാസികൾക്ക് സംശയം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇതിൻ്റെ ഉടമ പൊന്നാനി സ്വദേശിയാണ്. ഇതിൻ്റെ ഉടമ സ്വകാര്യ ഒരു കാരവൻ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട വാഹനമാണ്. അപ്പോൾ ഇവർ ഈ വാഹനം ഇവിടെ നിന്ന് എടുത്തു മാറ്റാത്തതിനെ തുടർന്നും അതുപോലെ തന്നെ ഇതിലുള്ള ഈ രണ്ടുപേരെ വിളിച്ച് ഈ ഉടമയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ ഇവർ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരുന്നു എന്നൊരു വിവരം മാത്രമാണ് ഇവർക്ക് അവസാന ഘട്ടത്തിൽ ലഭ്യമായിരുന്നത്. തുടർന്ന് ഇവർ GPS ഉപയോഗിച്ച് വണ്ടി ലൊക്കേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രദേശത്ത് ഈ വാഹനം നിർത്തിയിട്ട രീതിയിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. തുടർന്ന് ഇവർ ഈ പ്രദേശത്തുള്ളവരുമായി ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ വാഹനം ഇവിടെ ഉണ്ടെന്ന്, അതായത് ഈ വാഹനത്തിൻ്റെ ഉടമയുടെ ഒരു ബന്ധു ഇവിടെ വടകരയിലുണ്ട്, അങ്ങനെയാണ് ഈ വാഹനം ഇവിടെ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. തുടർന്ന് ഈ പ്രദേശവാസികളുമായി വന്ന് വാഹനം പരിശോധിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. എന്തായാലും ഇവിടെ ഈ പ്രദേശവാസികൾ ഇവിടെയുണ്ട്. നമുക്ക് അവരുമായിട്ട് എങ്ങനെയാണ് ഇവർ ഇത് കണ്ടെത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇവർ നൽകും. ചേട്ടാ ഈ പ്രദേശവാസിയാണല്ലോ. ചേട്ടാ നിൽക്കൂ. ചേട്ടാ അറിയുന്ന കാര്യങ്ങൾ പറയണം. ചേട്ടാ ഈ പ്രദേശവാസിയല്ലേ? അപ്പോൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല? എങ്ങനെയാണ് ഈ മൃതദേഹങ്ങൾ ഈ വാഹനത്തിനുള്ളിൽ കണ്ടത്? ഈ മൃതദേഹങ്ങൾ ഈ വാഹനത്തിനുള്ളിൽ എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു വണ്ടിക്കകത്ത് രണ്ടുപേരുണ്ട്? നമ്മൾ ഇവിടെ രാവിലെ വർക്കിന് പോകുമ്പോൾ പിന്നെ നമ്മൾ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഈ സിനിമ ടീമിൻ്റെ ഇവിടെ KTDC ആണ്, അതിങ്ങനെ വരുന്നതാണ് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടി. അങ്ങനെ നോക്കി പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ വണ്ടിയിനുള്ളിൽ ഇങ്ങനെ 2 ബോഡി കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 8 മണിയൊക്കെ ഉണ്ടാവും. അന്നേരത്താണ് നമ്മൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോറിന് തുറന്നപ്പോൾ പോലീസുകാർ വന്ന് ഡോറ് തുറന്നപ്പോഴാണ് നമ്മളെ ഡോറിൻ്റെ അടുത്തുള്ള ഒരാൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റാളെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോയിക്കൂടാലോ. അപ്പോൾ അതാണ് ഇന്നലെ കണ്ട സംഭവം. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇങ്ങനെ ഒരു വാഹനം ഇവിടെ വന്ന് നിർത്തിയിരുന്നു. കാരണം മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഈ വാഹനം ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹതയോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയത്, ഇങ്ങനെ വാഹനം എന്തുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? ഇല്ല, ഞങ്ങൾ പറഞ്ഞില്ല, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്, പിന്നെ KTDC ഇവിടെ. അപ്പോൾ അവിടെ വന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. സിനിമ VIPസുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് അനുസരിച്ച് എന്നാലും ഷൂട്ടിംഗ് ആണോന്നുള്ള കുറേ ആൾക്കാർ വന്ന് നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി ആരെയും കാണുന്നില്ല. നമ്മൾ അന്നേരം ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. അപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു ഇങ്ങനെ നമ്മളും ഇതുപോലെ പുറത്ത് പോയപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സംഭവമുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നു. ഒരു ബോഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു ബാരിക്കേഡ് കെട്ടിയതും ഇതായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഗൗതം, അപ്പോൾ ഇതുതന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു വാഹനം എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് 2 ദിവസമായി ഇങ്ങനെ നിർത്തിയിട്ടത് എന്നുള്ള അതായത് സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടോ മറ്റോ ആണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ വാഹനം നോക്കുന്നത്. കൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് വിദഗ്ധമായ പരിശോധന, അതായത് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ എത്തും. തുടർ നടപടികൾ സ്വീകരിക്കും. ഇതിന് കൂടുതൽ പരിശോധനകളും ഇന്ന് നടക്കും. ഗൗതം.
ശരി, കോഴിക്കോട് നിന്നും രമ്യദാസാണ് വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കാരവനിലുള്ളിലാണ് രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ് കോഴിക്കോട്.